ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തേത് നല്ല കിട്ടിയിലും ബിരിയാണി, അതായത് ഉമ്മച്ചിയുടെ ആവോലി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ കടായി വെച്ചിട്ട് നമുക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ഇത് അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും നമ്മളൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 6 മീഡിയം സൈസ് സവോളയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ പകുതി സവോള നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പകുതി സവോള നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മസാല ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 3 സവോള നന്നായിട്ട് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ കോരിയെടുക്കാം കേട്ടോ. നമ്മൾ ഐറ്റംസ് ഒക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ആവോലി നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന മാരിനേഷൻ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അത്യാവശ്യം വലിയ ആവോലി ആയതുകൊണ്ട് ഓരോ ആവോലി ആയിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. നമ്മളിവിടെ 1 കിലോ ജീരകശാല അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതാ സ്ട്രെയിനറിൽ വെച്ചിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാല ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള സവോള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള സവോള ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുതായി ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 6 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 5 തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല ചെറിയൊരു രമ്പയുടെ എല്ലാം പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി ഈ മസാലയ്ക്ക് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയില്ല അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ആയിട്ട് 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി അവസാനം കുറച്ച് കുരുമുളക് പൊടി കൂടി മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ നമ്മളിത് ഒരു 1/2 കപ്പ് അത്യാവശ്യം കട്ടിയുള്ള തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പില്ലേ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാല നല്ല സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാ മസാല ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി മീൻ ഉടഞ്ഞു പോകുന്ന അത്ര നേരം വെക്കരുത്, ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ മതി. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് ചെയ്തെടുക്കട്ടെ. ഇത് നമ്മൾ സാധാരണ ഗീ റൈസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതുപോലെയുള്ള സ്പൈസസൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഊർന്ന് വെച്ചിട്ടുള്ള അരി ചേർത്ത് അരി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ
നമ്മളെ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ദമ്മിടുന്ന അതേ പ്രോസസ്സിൽ നമുക്കിതിൻ്റെ ദമ്മിടാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ നമ്മൾ ഫിഷിൻ്റെ ഒരു മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് റൈസ് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് മീതെ നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതെങ്ങനെ തൂവി കൊടുക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്യും. പിന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, അതുപോലെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൻ്റെ മേലെ ഇങ്ങനെ വെതറും കേട്ടോ. അങ്ങനെ ഒരു 2 ലെയർ നമ്മളാക്കിയിട്ടുണ്ട്. ഇതാ 2 ലെയറൊക്കെ ചെയ്ത് ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടെ വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ നമുക്ക് ദമ്മിടാൻ വെക്കാം കേട്ടോ. അതോടുകൂടി നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.